സാർ നമസ്കാരം. നമസ്കാരം. മുൻ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന VM സുധീരൻ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള KK മഹേശൻ്റെ ദുരൂഹ മരണത്തെ സംബന്ധിച്ച് ഒരു ഹർജി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് കൊടുത്തത്. എന്നാൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും പുതിയ ഒരു കത്ത് കൂടി VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ രക്തസാക്ഷി അല്ലെങ്കിൽ ആദ്യത്തെ ആത്മാഹുതി ചെയ്ത ആൾ എന്ന രീതിയിൽ KK മഹേശൻ്റെ ഭാര്യയുടെ ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തുകൂടി അതിനോടൊപ്പം തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ എന്താണ് അരനൂറ്റാണ്ടിലധികമായി വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ ഈ യോഗം അനുഭവിച്ചു വന്ന ദുര്യോഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള കൃത്യമായ ആവശ്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലൂടെ കേരളത്തിലെ പാവപ്പെട്ട ഈഴവ കുടുംബങ്ങളെ വഴിയാധാരമാക്കുകയും ജപ്തി ചെയ്യുകയും പലരുടെയും ജീവൻ തന്നെ അപകടത്തിലാവുന്ന തരത്തിലേക്ക് എത്തിക്കുകയും KK മഹേശനെ പോലുള്ളവരുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത ഈ കേസിൽ കൃത്യമായ നിഷ്പക്ഷമായ നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിലെ ആദർശ ധീരന്മാരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന VM സുധീരൻ തന്നെയാണ്. VM സുധീരനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ നടത്തിയ നീക്കങ്ങളെല്ലാം കേരളത്തിൽ ചിരപരിചിതമാണ്. മുതിർന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ തന്നെ പലപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മാറിയ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രപതി പത്മഭൂഷൺ സമർപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ VM സുധീരൻ്റെ ഈ കത്ത് ഏത് തരത്തിലുള്ള ദൂരവ്യാപകമായ ഫലങ്ങളായിരിക്കും ഉളവാക്കുക എന്നാണ് നന്ദകുമാർ സാറിൻ്റെ അഭിപ്രായം. അതായത് VM സുധീരൻ കൊടുത്ത കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുകയായിരുന്നു. ഇവിടെ നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ ഈ ഗവൺമെൻറ് വന്നപ്പോൾ പ്രഖ്യാപിത നയം ജാതി മതങ്ങൾക്കപ്പുറം സാമ്പത്തിക ഒന്നും നോക്കാതെ ആരാണെങ്കിലും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ തെളിവുകളുള്ള KK മഹേഷിൻ്റെ കൊലപാതകം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ട് KK മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പിനെ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ നിയമത്തെ കയ്യിലെടുക്കുകയാണ്. KK മഹേഷിനെ അധിക്ഷേപിച്ചുകൊണ്ടും VM സുധീരനെ അധിക്ഷേപിച്ചുകൊണ്ടും ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ഇവിടെ നിന്ന് തോൽപ്പിച്ച് വിട്ട ആളാണ്, പരഗതിയില്ലാത്ത ഒരാളാണ് VM സുധീരൻ. കട്ടപ്പുറത്ത് കയറി ഇരിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് KK മഹേഷൻ ഇതേപോലെ ഒരു ഗതിയും ഇല്ലാത്ത ആളാണ്. അങ്ങനെ മരിച്ച ആളെ കുറിച്ചിട്ട് അധിക്ഷേപം നടത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ KK മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞത് 31 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലെ വളരെ വിശദമായ വിവരങ്ങൾ. അതിൽ കൃത്യമായി പറയുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് കാര്യത്തിൽ തട്ടിപ്പ് നടത്തി, അതിലെ മകനും പങ്കുണ്ട്. ഇവർ രണ്ടുപേരുമാണ് എന്നെ സമ്മർദ്ദത്തിലാക്കി എല്ലാ കേസുകളും എൻ്റെ തലയിൽ കെട്ടിവെച്ച് അവരെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇതിലുള്ള അവരുടെ പ്രവർത്തനം വഴി ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയും അടക്കമാണ് VM സുധീരൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിക്കും അതേപോലെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായ നീക്കമാണ് VM സുധീരൻ നടത്തിയിരിക്കുന്നത്. VM സുധീരനെ പോലെ കേരളത്തിലെ പരിണതപ്രജ്ഞനായ മുൻ മുഖ്യ സ്പീക്കറും കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റും സമുന്നത നേതാവുമായ നേതാവിൻ്റെ ഒരു കത്ത് അതിൻ്റേതായ വിലയ്ക്കും നിലയ്ക്കും എടുത്തില്ലെങ്കിൽ നാളെ കോൺഗ്രസിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വലിയ തിരിച്ചടിക്കും ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. VM സുധീരൻ തന്നെ പരസ്യമായി രംഗത്ത് വന്ന് ഈ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഈ കാര്യങ്ങൾ പോകും. ശരിയായ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണമെന്നാണ് VM സുധീരൻ പറഞ്ഞത്. തീർച്ചയായും ആ കാര്യത്തിൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഇതിനകത്ത് വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള രൂപത്തിൽ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് കൃത്യ കൊള്ളുന്ന രൂപത്തിൽ തന്നെ VM സുധീരൻ ഏറ്റെടുത്തു, ഭാര്യ ഏറ്റെടുത്തു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വന്ന സ്ഥിതിക്ക്
വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വെട്ടിമാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. അവർക്ക് അതിൽ നടപടി എടുത്തില്ലെങ്കിൽ അത് ഗവൺമെൻറ്റിനെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമായി മാറും. അത് മൊത്തത്തിൽ അത് ചർച്ചയായി മാറും. അവസാനം ഇതുവരെ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയായി മാറും. അത് അങ്ങനെ ഒരു കാര്യത്തിൽ എന്തായാലും വി ഡി സതീശൻ തയ്യാറാവില്ല, രമേശ് ചെന്നിത്തലയും തയ്യാറാവില്ല. നമുക്കറിയാം രമേശ് ചെന്നിത്തലയും ലിജുവും വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുത്ത കേരള കമ്മിറ്റിയുടെ ഒരു ചടങ്ങ് പോലും ബഹിഷ്കരിച്ചിട്ടുള്ളതാണ്. അപ്പം അവർക്കും അറിയാം ഇത്തരം കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുണ്ട്. നാളെ വെള്ളാപ്പള്ളി നടേശൻ ക്രിമിനൽ കേസിൽ പ്രതിയാകാൻ പോവുകയാണ്. ആ സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പമുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ നാളെ ദോഷം ചെയ്യുമെന്ന് അവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ അത് കേസ് FIR ഇട്ട് തീർച്ചയായും വളരെ ശക്തമായ രൂപത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കുകയും 127ഓളം വരുന്ന മൈക്രോ ഫിനാൻസ് കേസിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഹൈക്കോടതി വളരെ ശക്തമായ നിലപാടാണ് മൈക്രോ ഫിനാൻസ് കേസിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 ആഴ്ച കൊണ്ട് അവർ മൈക്രോ ഫിനാൻസ് കേസിൽ കുറ്റപത്രങ്ങൾ സമർപ്പിക്കണം, എന്നോട് റിപ്പോർട്ട് ഫയൽ ചെയ്യണം എന്നുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിച്ചിട്ടുള്ളത്, ഉത്തരവിട്ടിട്ടുള്ളത്. ആ ഉത്തരവ് പ്രകാരം ഉടനെ തന്നെ കൽപ്പറ്റയിൽ അവിടുത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ വെള്ളാപ്പള്ളിയും അതേപോലെ SNDPയുടെ സംസ്ഥാന പ്രസിഡന്റ് സോമനുമാണ് പ്രതിയായിട്ടുള്ളത്. ബാക്കി 127 കേസിലും ഇതേപോലെ നടപടിക്രമങ്ങൾ ഫാസ്റ്റായിട്ട് 15 ദിവസം കൊണ്ട് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് VM സുധീരൻ്റെയും കൂടെയുള്ള നിലപാട്. ഹൈക്കോടതിയുടെ നിലപാടും ഉത്തരവും VM സുധീരൻ്റെ ഇത്രയും ശക്തമായിട്ടുള്ള ഇടപെടലും ഉണ്ടായ സ്ഥിതിക്ക് വെള്ളാപ്പള്ളി നടേശൻ അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്രയും കാലം നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട്, കേന്ദ്രത്തെ കയ്യിലെടുത്തുകൊണ്ട്, BJPയും CPMനെ ഒരേപോലെ കയ്യിലെടുത്തുകൊണ്ട് തനിക്ക് തന്നെ ആരും തൊടില്ല എന്നുള്ള അഹങ്കാരമായിരുന്നു വെള്ളാപ്പള്ളി നടേശനുള്ളത്. എന്നാൽ അദ്ദേഹം പത്മഭൂഷൺ നാളെ വാങ്ങിയ ശേഷം ഉണ്ടാകാൻ പോകുന്ന പുകിലുകൾ ഒന്നൊന്നും ചെറുതല്ല. അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. ഇപ്പോൾ തന്നെ 90 വയസ്സായിട്ടുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നല്ല ആരോഗ്യവാനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകന് തന്നെ 55 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ 2 പേരും കൂടെ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ വെള്ളാപ്പള്ളിയുടെ സാമ്രാജ്യം ഇതോടുകൂടി തകരുകയാണ്. ഉണ്ടാക്കിയതെല്ലാം ഇതുവരെ വരെ ഉണ്ടാക്കിയ കട്ടുമുടിച്ച SNDPയെ വെച്ച് കോളേജുകളിലും ഹൈസ്കൂളുകളിൽ നിയമനങ്ങൾ വഴിയും അല്ലാതെ വഴിയും ഉണ്ടാക്കിയ കോടികളുടെ വരുമാനം 10-15 കോടി രൂപയാണ് അതിൽ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് കൃത്യമായി സംരക്ഷണ സമിതി പറയുന്നത്. അതെല്ലാം തന്നെ വിസർജിക്കേണ്ടി വരും. അതെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉപയോഗിക്കപ്പെടാതെ കുടുംബസമേതം ജയിലിൽ പോയി കിടക്കാനുള്ള ഒരു ഭാഗ്യമായിരിക്കും ഉണ്ടാകുക എന്ന് വേണം കരുതാൻ. ഇവിടെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കാരണം ഈ 10 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക ആചാര്യന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്തു നിന്ന് അത്തരം യാതൊരു തരത്തിലുള്ള അനുഭാവപൂർണമായ ഒരു നടപടിയും വെള്ളാപ്പള്ളി നടേശൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയാം. അവിടെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിക്കെതിരെ ഒന്നും പരസ്യമായി ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും രമേശ് ചെന്നിത്തല മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നു. നന്ദകുമാർ സാറ് തന്നെ ഈ ഇലക്ഷന് മുമ്പ് രമേശ് ചെന്നിത്തലയെ അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു VD സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ വിവാദ പരാമർശങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്നും മറുപടി പറയാതെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നടേശന് ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തലയിലാണ്. അവിടെ നേരത്തെ സാറ് പറഞ്ഞ കാര്യം ഒരു ഘടകം തന്നെയാണ്. VM സുധീരൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു പരാതി കൊടുക്കുമ്പോൾ അതും വസ്തുനിഷ്ഠമായി ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ കൂടി അറ്റാച്ച് ചെയ്ത് ഒരു കത്ത് കൂടി കൊടുക്കുമ്പോൾ അത് പരിഗണിക്കാതിരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും സാധ്യമല്ല. അപ്പോൾ സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ഒരു സാമുദായിക ആചാര്യനാണെന്ന രീതിയിൽ തനിക്ക് ഇനിയും നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി, ആ സമുദായത്തിന് പിൻബലം കിട്ടാൻ വേണ്ടി ഇവിടെ നിയമപരമായ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്കും സാധിക്കില്ല എന്നുള്ളത് വലിയ ഘടകം തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു രമേശ് ചെന്നിത്തലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അത്രയും ഗൗരവമായുള്ള കാര്യമാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിനെ തട്ടിമാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ വലിയ ജനങ്ങളുടെ ഭാഗത്ത്, കോൺഗ്രസിൻ്റെ ഭാഗത്തും വലിയ പ്രശ്നം ഉണ്ടാകും. VS സുധീരൻ പ്രശ്നമുണ്ടാക്കും. അത് കേരളത്തിൽ UDFന് വലിയ തിരിച്ചടിയെ മാറും. അങ്ങനെ ഒരു കാര്യത്തിന് എന്തായാലും രമേശ് ചെന്നിത്തല ഇപ്പോൾ തയ്യാറാവില്ല. അദ്ദേഹം നിയമപ്രകാരമുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് നീക്കാൻ തന്നെയാണ് സാധ്യത. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നിയമിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തേണ്ടി വരും. അതിൽ ആരെങ്കിലും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വരുമെന്നുള്ള ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എല്ലാവരും വെറും
വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ മാത്രമാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ശക്തിയില്ല. ഈഴവരുടെ പേരിൽ തട്ടിപ്പ് നടത്തിയത് വഴി ഈഴവരുടെ പിന്തുണയുമില്ല. വെറും വാചക കസർത്ത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. എരന്നു വാങ്ങിയ ഇത് കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം നേരിടാൻ പോകുന്നത്. ഇന്നലെ VM സുധീരനെ പറ്റി KK മഹേഷിനെ പറ്റി തുറന്നടിച്ച് അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചടി എരന്നു വാങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ പത്മഭൂഷൺ വാങ്ങിച്ച് ജയിലിലേക്ക് പോകുന്ന ആദ്യത്തെ ആൾ വെള്ളാപ്പള്ളി നടേശനായിരിക്കുമോ? എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് കരുതാം. കാരണം പത്മഭൂഷൺ വാങ്ങലും ജയിലിലേക്ക് പോകലും ഒരുമിച്ചായിരിക്കും. അങ്ങനെ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തി വെക്കും. ഇത്രയും കുപ്രസിദ്ധനൊരാൾക്ക് പത്മഭൂഷൺ കൊടുത്ത വഴി ഇന്ത്യയിലെ പത്മഭൂഷൻ്റെ വിലയും കേന്ദ്ര ഗവൺമെൻറ് കളയും എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.